നെക്സ്റ്റ് എലിപ്സ്, കോണിക് സെക്ഷൻ എലിപ്സ്. അപ്പോൾ ഇതാണ് എലിപ്സിൻ്റെ സിമ്പൽ. അപ്പോൾ എന്താണ് എലിപ്സ് എന്ന് നമുക്ക് നോക്കാം. സ്ഫെയർ, ദർ ഇസ് എ കോണിക്, മുമ്പ് പറഞ്ഞ പോലെ ഒരു കോണിക്, ആൻഡ് ഈ ബീറ്റ, ഈ ആൽഫയ്ക്ക് ഈക്വൽ ആകുമ്പോഴാണ് നമ്മളെന്ത് കണ്ടത്, പരാബോള കണ്ടത്. ഈ ബീറ്റ ഇപ്പോൾ 90 ഡിഗ്രി വെച്ചാൽ സർക്കിളിൽ നിന്നും പഠിച്ചു. ഇനി ഇപ്പോൾ ബീറ്റ ആൽഫയ്ക്ക് ഈക്വൽ ആകുമ്പോൾ 30 ആകുമ്പോൾ പരാബോള. ഇനി കുറച്ച് അങ്ങോട്ട് മാറ്റുമ്പോൾ എന്താണ് ഫിഗർ, സർക്കിളല്ല, ഒരു എഗ്ഗ് അല്ലേ, ഒരു എഗ്ഗ് പോലെയുണ്ട്, ഒരു കോഴിമുട്ട പോലെയുണ്ട് എഗ്ഗ്. അപ്പോൾ ബീറ്റ ലൈസ് ബിറ്റ്വീൻ ആൽഫ ആൻഡ് 90 ഡിഗ്രി ആകുമ്പോഴാണ് ആ മാറ്റം കാണുന്നത്, എലിപ്സ്. അങ്ങനെ 90 ഡിഗ്രി ആകുമ്പോൾ സർക്കിളായിട്ട് മാറും. ഓക്കെ, അപ്പോൾ വെൻ ബീറ്റ ലൈസ് ബിറ്റ്വീൻ 90 ഡിഗ്രി ആൻഡ് ദിസ് ആൽഫ, ദ കട്ടിംഗ് ഫിഗർ ഇസ് വാട്ട്, എലിപ്സ്. അപ്പോൾ അത് കട്ട് ചെയ്യുന്നത് എലിപ്സ് എന്ന് മനസ്സിലാവും. ഇങ്ങനെ ചെരിഞ്ഞ് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്ന ഫിഗർ ഒരു എലിപ്സ് ആയിരിക്കും. ഓക്കെ, എലിപ്സ്. അപ്പോൾ നമുക്ക് എന്താണ് എലിപ്സ് നോക്കാം. സോ ദിസ് ഈസ് ദ എലിപ്സ്. ഇപ്പം ഇങ്ങനെ സർക്കിളല്ല, ഒരു എഗ്ഗ് പോലെ വരക്കണം. എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. ദിസ് ഈസ് ഇറ്റ്സ് സെൻറ്റർ. പരാബോള നമ്മൾ ഈ സെൻറ്ററിന് വെർട്ടെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സെൻറ്റർ. ഇപ്പോൾ സെൻറ്റർ ഓഫ് എലിപ്സ് ഇസ് ഫോർ 0, 0. ആൻഡ് ദിസ് എലിപ്സ് ഈസ് പാസിംഗ് ത്രൂ എ പോയിന്റ് P, x5, which is general point. And there is a point F1 here. F1. അതിൻ്റെ കോർഡിനേറ്റ്സ് ഇപ്പോൾ ലെഫ്റ്റ് സൈഡാണ് നെഗറ്റീവ് ആയിരിക്കും, -C0 അങ്ങനെ എടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡ് അപ്പോൾ C0 ആയിരിക്കും. ഇത് -C0, ഇത് +C0. ഓക്കെ, ഇവിടെ വേറൊരു പോയിന്റ് എ, ഇവിടെ ബി ഉണ്ട്. ഇതിൻ്റെ വെർട്ടെക്സ് ക്യാപിറ്റൽ എ, ഇത് -A0 എന്ന് പറയാം. അപ്പോൾ ബി എന്താവും, +A0. So what are A and B? These are the vertices or vertex. Vertex singular എന്ന് പറയും, singular, vertex plural, കുറേ വരുമ്പോൾ എന്താവും, vertices. ഓക്കെ, മുമ്പ് പറഞ്ഞ പോലെ F1 and F2 എന്താണ്, ഫോക്കസ് അല്ലേ. ഫോർ എലിപ്സ് ദർ വിൽ ബി 2 ഫോക്കസ്. ഇപ്പോൾ ഫോക്കസസ് എന്ന് പറയില്ല, ഫോക്കൈ, FOCI എന്നാണ് പറയാം, ഫോക്കസ്, FOCI. സിംഗുലറിൽ എന്ന് പറയുമ്പോൾ ഫോക്കസ്, പ്ലൂറലിൽ പറയുമ്പോൾ ഫോക്കൈ, FOCI, ഫോക്കൈ. ദർ വിൽ ബി 2 ഫോക്കൈ. ഓക്കെ, സിമിലർലി ellipse touches or cuts y-axis at 2 different points C and D. This point can be taken as 0B. ഇപ്പം 0 -B. ഓക്കെ, P(xy) is a general point. ഇനി നിങ്ങൾ PF2 ആഡ് ചെയ്യണം, PF1 ആഡ് ചെയ്യാം. PF1 മെഷർ ചെയ്തു, PF1 PF2 ആഡ് ചെയ്താൽ ഇറ്റ്സ് ആൻസർ വിൽ ബി this distance from A to B ആയിരിക്കും. ചെക്ക് ചെയ്താൽ മതി. ഇതാണ് എലിപ്സിൻ്റെ കണ്ടീഷൻ. PF1 plus PF2 is what? Distance between A and B. What is the distance between A and B? നമുക്കറിയാം, ഇവിടത്തേക്കാണ് ഇത് A ഉണ്ട്, അവിടെ A0 എന്ന് പറഞ്ഞത്, ഇത് A ആണ്. അപ്പോൾ ഇപ്പുറത്തും A ഉണ്ടാവും, A plus 2A. So this is to be learned by heart. PF1 plus PF2 is equal to 2A is a condition for ellipse. What is PF1? PF1 means distance between P and F. That is x minus root of x minus a whole square plus y minus 0 whole square plus. What is PF2? X minus root of x minus c whole square plus y minus 0 whole square is equal to 2A. That is x plus c root of x plus c whole square plus here y square equal plus root of x minus c whole square plus y square is equal to 2A. ഇത് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ root of x plus c whole square plus y square is equal to 2A minus root of x minus c whole square plus y square. From here root cannot be removed because ഇവിടെ 3 terms ഉണ്ട്. അപ്പോൾ റൂട്ട് ഇവിടുന്ന് എടുത്ത് മാറ്റാൻ പറ്റില്ല. ഇവിടെ റൂട്ട് ഉണ്ടെങ്കിലും ചിലപ്പോൾ എന്നാലും മാറ്റാൻ പറ്റില്ല. അപ്പോൾ റൂട്ട് എന്തായാലും മാറ്റാൻ പറ്റില്ല. ഓക്കെ, മറ്റുള്ള കേസിൽ നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു, ഇതിൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, റൂട്ട് ഓഫ് എക്സ് പ്ലസ് സി ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2A മൈനസ് റൂട്ട് ഓഫ് എക്സ് മൈനസ് സി ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇപ്പോൾ എങ്ങനെ റൂട്ട് റിമൂവ് ചെയ്യുക? സ്ക്വയർ ചെയ്താൽ മതി.
അപ്പോൾ ഇത് ഫുള്ള് സ്ക്വയർ ചെയ്യണം. അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് എക്സ് പ്ലസ് ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2a മൈനസ് റൂട്ട് ഓഫ് എക്സ് മൈനസ് ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. രണ്ടോ അത് സ്ക്വയർ ചെയ്തു. സ്ക്വയർ ചെയ്യുമ്പോൾ ഈ റൂട്ട് അങ്ങ് പോയി ഇതുപോലെ. പക്ഷേ ഇതിലെ റൂട്ട് പോകില്ല. ഇത് a മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോം. വാട്ട് ഇസ് a മൈനസ് ബി ഹോൾ സ്ക്വയർ? a സ്ക്വയർ. ഹിയർ a മീൻസ് 2a ഹോൾ സ്ക്വയർ. അപ്പോൾ 4a സ്ക്വയർ നാം 2a ഹോൾ സ്ക്വയർ മൈനസ് 2 into 2a into this one 2ab പോലെ പ്ലസ് ബി സ്ക്വയർ. ഇത് ബി സ്ക്വയർ. അങ്ങനെ ഇത് എക്സ്പാൻഡ് ചെയ്തു. വാട്ട് ഇസ് എക്സ് പ്ലസ് ഹോൾ സ്ക്വയർ? എക്സ് സ്ക്വയർ പ്ലസ് 2xc പ്ലസ് സി സ്ക്വയർ ദെൻ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇത് 4a സ്ക്വയർ മൈനസ് 4a റൂട്ട് ഓഫ് എക്സ് മൈനസ് ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇതിലെ റൂട്ട് പോകും. ഓക്കെ, എക്സ് മൈനസ് ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഈ വൈ സ്ക്വയർ കട്ടായി. ഓക്കെ, so x square plus 2xc plus c square equal to 4a square minus 4a root of x minus c whole square plus y square plus x square minus 2xc plus c square അങ്ങനെ വരും. ഓക്കെ, x square plus 2xc plus c square is equal to 4a square minus 4a root of x minus c whole square plus y square പ്ലസ് ഇത് എക്സ് സ്ക്വയർ മൈനസ് 2xc പ്ലസ് സി സ്ക്വയർ. ഓക്കെ, സി സ്ക്വയർ വൈ സ്ക്വയർ ഓൾറെഡി കട്ടായിപ്പോയി. ഇതിനെന്ത് വരും? ദിസ് എക്സ് സ്ക്വയർ ആൻഡ് എക്സ് സ്ക്വയർ ക്യാൻ ബി ക്യാൻസൽഡ്. എക്സ് സ്ക്വയറും കട്ടായിപ്പോയി. ബാക്കിയുള്ളത് 2xc. ഓക്കെ, ബാക്കിയെല്ലാം ഇവിടെ നിന്ന് പോയി. 2xc ഈസ് ഈക്വൽ ടു 4a സ്ക്വയർ മൈനസ് 4a റൂട്ട് ഓഫ് എക്സ് മൈനസ് സി ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. പിന്നെ ഈ മൈനസ് 2xc എക്സ് സ്ക്വയറും സി സ്ക്വയറും കട്ടായി പോയിട്ടുണ്ട്. ഇതിപ്പോൾ കൊണ്ടുവന്നാൽ 2xc പ്ലസ് 2xc 4xc ഈക്വൽ ടു 4a സ്ക്വയർ മൈനസ് 4a റൂട്ട് ഓഫ് എക്സ് മൈനസ് സി ഹോൾ സ്ക്വയർ വൈ സ്ക്വയർ. ഫ്രം ഈച്ച് ടേം വി ക്യാൻ റിമൂവ് 4. ഓരോ ടേം 4നെ മാറ്റി. സോ xc ഈക്വൽ ടു a സ്ക്വയർ മൈനസ് a റൂട്ട് ഓഫ് എക്സ് മൈനസ് സി ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വരും. യെസ്, xc മൈനസ് എ റൂട്ട് ഓഫ് എക്സ് മൈനസ് സി ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ പ്ലസ് ആവും. ഈക്വൽ ടു പിന്നെ ഇവിടെ എ സ്ക്വയർ മാത്രമാവും. ഓക്കെ, ഇനി എക്സ് സി അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. സോ എ സ്ക്വയർ മൈനസ് എക്സ് സി ഇവിടെ എ റൂട്ട് ഓഫ് എക്സ് മൈനസ് സി ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇപ്പോൾ ഈ റൂട്ട് കളയാൻ വി ക്യാൻ സ്ക്വയർ ദീസ് ടു സൈഡ്സ് അഗെയിൻ. ഇപ്പോൾ വീണ്ടും സ്ക്വയർ ചെയ്യുന്നു. ഇപ്പോൾ എ ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് മൈനസ് സി ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ whole square equal to a square minus xc whole square. So a square ഈ റൂട്ട് പോകും. എക്സ് മൈനസ് സി ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇവിടെ എ സ്ക്വയർ മൈനസ് എക്സ് സി ഹോൾ സ്ക്വയർ. Then here a square into x minus c whole square expand ചെയ്യാം. എക്സ് സ്ക്വയർ മൈനസ് 2xc പ്ലസ് സി സ്ക്വയർ. അത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്തു. എക്സ് സ്ക്വയർ മൈനസ് 2xc പ്ലസ് സി സ്ക്വയർ ദെൻ പ്ലസ് വൈ സ്ക്വയർ ഉണ്ടായിരുന്നു. പ്ലസ് വൈ സ്ക്വയർ ഉണ്ടായിരുന്നു ഈക്വൽ ടു അതുപോലെ ഇതും എ മൈനസ് ബി ഹോൾ സ്ക്വയർ. അപ്പോൾ എ സ്ക്വയർ ഹോൾ സ്ക്വയർ മൈനസ് 2a സ്ക്വയർ എക്സ് സി പ്ലസ് എക്സ് സ്ക്വയർ സി സ്ക്വയർ വരും. എ മൈനസ് ബി ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യാം. ദാറ്റ് ഈസ് എ റൈസ്ഡ് ടു പവർ 2a സ്ക്വയർ എക്സ് സി പ്ലസ് എക്സ് സ്ക്വയർ സി സ്ക്വയർ. നമ്മൾ ചെയ്യാം എ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇൻറ്റു 2xc or 2a square xc a square c square a square y square equal to ഇതേപോലെ ചെയ്യാം. അപ്പം ഈ മൈനസ് 2a സ്ക്വയർ എക്സ് സി രണ്ടും കട്ടായി പോകും. ഓക്കെ, ബാക്കിയുള്ളത് എ സ്ക്വയർ എക്സ് സ്ക്വയർ എ സ്ക്വയർ സി സ്ക്വയർ എ സ്ക്വയർ വൈ സ്ക്വയർ ഈക്വൽ ടു എ റൈസ്ഡ് ടു 4 പ്ലസ് എക്സ് സ്ക്വയർ സി സ്ക്വയർ. എ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ വൈ സ്ക്വയർ ഈക്വൽ ടു ഇതപ്പുറം കൊണ്ടായി. അപ്പോൾ എ റൈസ്ഡ് ടു 4 പ്ലസ് എക്സ് സ്ക്വയർ സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ c square. Then a raised to 4 minus a square c square first എഴുതി plus x square c square ഇവിടെ എഴുതി. From these two terms a square is taken outside. So a square minus c square now plus x square c square. Suppose നമ്മൾ സൗകര്യത്തിന് വേണ്ടി a square c square ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താണ് a square c square അതിനെ b square എന്ന് പറയാം. എ സ്ക്വയർ സി സ്ക്വയർ. അതായത് നമ്മുടെ ഫിഗറിൽ വാട്ട് ഇസ് എ ഇത്രയും എൻ്റെ സ്ക്വയർ മെഷർ ചെയ്യുക. പിന്നെ സീൻ്റെ സ്ക്വയർ ഇതാണ് സീൻ്റെ സ്ക്വയർ മെഷർ ചെയ്യാം. അതിന് സബ്ട്രാക്ട് ചെയ്യാം. എ സ്ക്വയർ
മൈനസ് സി സ്ക്വയർ. ആ ആൻസർ ആയിരിക്കും ബിൻ്റെ സ്ക്വയർ. ഓക്കെ, എലിപ്സിൻ്റെ കണ്ടീഷൻസാണ്. ഈ ബി സ്ക്വയർ ആയിരിക്കും അതിൻ്റെ ആൻസർ വരിക. ഇപ്പോൾ അതൊന്ന് ഓർത്ത് നോക്കുക. ഒരു കോഴിമുട്ടക്കൊക്കെ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ ഈക്വൽ ടു വാട്ട്? ദിസ് ബി സ്ക്വയർ. എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ ഇസ് സബ്സ്റ്റിറ്റ്യൂട്ട് ആസ് വാട്ട്? ബി സ്ക്വയർ. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇത് പഠിച്ചു വെക്കണം. സോ എ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ സി സ്ക്വയർ. ഇപ്പോൾ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ വൈ സ്ക്വയർ. ഓക്കെ, ഇപ്പോൾ എ സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ സി സ്ക്വയർ. ഇപ്പോൾ എടുത്തു എക്സ് സ്ക്വയർ സി സ്ക്വയർ ഈക്വൽ ടു പ്ലസ് എ സ്ക്വയർ വൈ സ്ക്വയർ ഈക്വൽ ടു ഇപ്പുറത്തെ എ സ്ക്വയർ ബി സ്ക്വയർ മാത്രം. ഫ്രം ഹിയർ എക്സ് സ്ക്വയർ ഇസ് ടേക്കൺ ഔട്ട് സൈഡ്. സോ എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ വരും. പ്ലസ് എ സ്ക്വയർ വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ബി സ്ക്വയർ. വാട്ട് ഇസ് എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ? ദാറ്റ് ഇസ് ബി സ്ക്വയർ. സോ എക്സ് സ്ക്വയർ ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ബി സ്ക്വയർ. ഇനി ഈ ടേബിൾ ഫുള്ളി എ സ്ക്വയർ ബി സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ എക്സ് സ്ക്വയർ ബി സ്ക്വയർ ബൈ എ സ്ക്വയർ ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബി സ്ക്വയർ ബൈ എ സ്ക്വയർ ബി സ്ക്വയർ. സോ ഇത് കട്ടായിട്ട് വണ്ണാവും. ഒരു വൺ വരാൻ വേണ്ടി ഇപ്പോൾ ഇവിടെ ബി സ്ക്വയർ കട്ടാവും. സോ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് ഇവിടെ വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 is the equation of an ellipse. ഇത് പഠിച്ചു നോക്കുക. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് an ellipse is what? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഫോർ an ellipse എടുത്താൽ ഇപ്പോൾ സി എന്താണ് നമുക്ക് മനസ്സിലാവും. വാട്ട് ഇസ് സി? ഇത്ര എ വിച്ച് ഇസ് ലാർജർ? എ ആണ് വലുത്. ഇപ്പോൾ സി ചെറുത്, എ വലുതാണ്. ഇപ്പോൾ സി ബൈ എ എന്ന് പറയുമ്പോൾ ന്യൂമറേറ്റർ ഈസ് ലെസ് ദാൻ ഡിനോമിനേറ്റർ. 2/3 അല്ലെങ്കിൽ 4/5 എന്നെല്ലാം പറഞ്ഞ പോലെ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ 1 പോയിന്റ് വരും. 1-നേക്കാൾ ചെറുതായിരിക്കും. അപ്പോൾ ദ റേഷ്യോ ഓഫ് സി ആൻഡ് എ ഈസ് ലെസ് ദാൻ 1. അത് എലിപ്സിൻ്റെ വേറൊരു കണ്ടീഷനാണ്. അപ്പോൾ എന്താ എലിപ്സിൻ്റെ കണ്ടീഷൻ? ആദ്യം പറഞ്ഞു ദിസ് എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ ആയിരിക്കും. പിന്നെ പറഞ്ഞു പി എഫ് 1 പ്ലസ് പി എഫ് 2 ഈസ് ഈക്വൽ ടു ദിസ് 2a ആയിരിക്കും. ഇപ്പോൾ എന്താ പറഞ്ഞത്? ദിസ് സി ഡിവൈഡ് ബൈ ദിസ് എ ഈസ് ലെസ് ദാൻ 1. സി ബൈ എ ഇത് ലെസ് ദാൻ 1 ആയിരിക്കും. ലെസ് ദാൻ 1. അപ്പോൾ എ ഈസ് ഈക്വൽ ടു സി ബൈ എ. ഈ ടേമിന് പറഞ്ഞ പേരാണ് എക്സെൻട്രിസിറ്റി ഓഫ് an ellipse. പഠിച്ചു പോകണം. എക്സെൻട്രിസിറ്റി ഓഫ് an ellipse is what? E. that is c by a. ഇപ്പോൾ നമ്മൾ കണ്ട് ബി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ. സോ ഫോർ an ellipse there will be two foci. ഫോക്കൈ എന്തൊക്കെയാണ് വരുന്നത്? ഫോക്കസ് വരുന്നത് F1 and F2 ഉണ്ടാരൊക്കെ മൈനസ് സി 0 അതുപോലെ പ്ലസ് സി 0. അപ്പോൾ പ്ലസ് ഓർ മൈനസ് കൊടുത്താൽ മതി. പ്ലസ് ഓർ മൈനസ് സി 0. വെർട്ടിസസ് ഇവിടെ എ ഉണ്ട്, ഇവിടെ ബി ഉണ്ട്. പ്ലസ് ഓർ മൈനസ് എ 0. പ്ലസ് ഓർ മൈനസ് എ 0. സെൻറ്റർ ഇവിടെ സി 0, സെൻറ്റർ ഒറിജിൻ O 0. പിന്നെ ഇതാണ് നമ്മൾ 2a പറഞ്ഞത്. അതിന് മേജർ ആക്സിസ് എന്ന് പറയും. മേജർ ആക്സിസ് ഇസ് 2a. ഇത് ചെറുതായിരിക്കും. മൈനർ ആക്സിസ് ഇസ് 2b. ഇവിടെ ഇത് ബി ആണ്, താഴേക്കും ബി ആണ്. സോ മൈനർ ആക്സിസ് 2b. മേജർ ആക്സിസ് 2a, മൈനർ ആക്സിസ് 2b. ലെങ്ത് ഓഫ് ലാറ്റർ സ്ട്രക്ടർ ഫോക്കസിലെ കൂടെ കടന്നു പോകുന്ന സ്ട്രൈറ്റ് ലൈൻ വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ്. ഇപ്പോൾ ഇവിടെയും ലാറ്റർ സ്ട്രക്ടർ ഉണ്ടാവും, ഇവിടെയും ലാറ്റർ സ്ട്രക്ടർ ഉണ്ടാവും. അപ്പോൾ അത് സെയിം ആയിരിക്കും ലെങ്ത്. അപ്പോൾ അത് കണ്ടുപിടിക്കേണ്ട ഫോർമുല പഠിച്ചു വെക്കണം. 2b² a. ഇതിനൊക്കെ പ്രൂഫുണ്ട്, അതൊക്കെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. 2b² a is the length of lattice rectum. Yes, that is all about the standard form of an ellipse. അപ്പോൾ എപ്പോഴും എലിപ്സ് ഇതുപോലെ തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ ഇങ്ങനെയാവും, ഇതുപോലെ വരാം. നമ്മളിപ്പോൾ കണ്ടത് ഇതുപോലെയാണ്. എക്സ് ആക്സിസിലാണ് ലെന്ത് കൂടുതൽ, അല്ലെങ്കിൽ വൈ ആക്സിസിൽ ലെന്ത് കൂടുതൽ, ഇങ്ങനെ വരാം. ഓക്കെ, അങ്ങനെ വരുമ്പം ഫോക്കസിൻ്റെ പോയിന്റ് മാറും. 0C ഉള്ളത് C0 ഉള്ളത് 0C ആവും. ഇവിടെ C0 -C ആവും. വെർട്ടെക്സ് 0A0 ഉള്ളത് 0A 0 -A ആവും. ഓക്കെ, പിന്നെ B0 ഉള്ളത് -B0 + B0. അപ്പോൾ അത് ആ ഒരു മാറ്റം ഇതിലുണ്ടാവും. സോ വാട്ട് ഇസ് ഫോക്കസ്? ഫോക്കൈ F0 ± C. നേരത്തെ +or - C, 0.
വെർട്ടിസസ് ഇപ്പോൾ 0, പ്ലസ് ഓർ മൈനസ് എ. നേരത്തെ പ്ലസ് ഓർ മൈനസ് എ, 0. Our equation is also changing. That is x square by b square plus y square by a square equal to 1. First one x square by a square plus y square by b square equal to 1. അപ്പോൾ ആ ഒരു ചേഞ്ചസ് നോട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, പ്രോബ്ലംസ്. Find the coordinates of the foci, the vertices, the length of major axis, the minor axis, the eccentricity, and the lattice rectum of the ellipse x square by 25 plus y square by 9 is equal to 1. So clearly we have the formula x square by a square plus y square by b square equal to 1. X square by 25, 5 square, y square by b square, y square by 3 square is equal to 1. 5 ആണ് വലുത്, 3 ചെറുതാണ്. സോ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ, എക്സ് ആക്സിസിനാണ് മേജർ ആക്സിസ്. അപ്പോൾ ഇതല്ല ഫിഗർ ഈ ഫിഗർ, ദിസ് ടൈപ്പ് ഫിഗർ. എ ഇത് വലുത്, ബി ചെറുതാണ്. അപ്പോൾ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ, വലുത് എക്സിൻ്റെ അടിയിലാകുമ്പോൾ മേജർ ആക്സിസ് അല്ലോ എക്സ് ആക്സിസ് ആയിരിക്കും. സോ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. സോ എ ഈസ് ഈക്വൽ ടു 5, ബി ഈസ് ഈക്വൽ ടു 3. വാട്ട് ഇസ് അവർ ഫോർമുല? ബി സ്ക്വയർ കണ്ട ഫോർമുല എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ. ദാറ്റ് ഇസ് 3 സ്ക്വയർ ഈസ് ഈക്വൽ ടു 5 സ്ക്വയർ മൈനസ് സി സ്ക്വയർ. 9 ഈസ് ഈക്വൽ ടു 25 മൈനസ് സി സ്ക്വയർ. or minus c square ഇപ്പോൾ എടുത്താൽ 9 plus c square is equal to 25. c square is equal to 25 minus 10, that is 16. So c is equal to 4. A, b and c are obtained. Then we can find foci. What is the coordinate? F plus or minus c comma 0. That's plus or minus 4 comma 0. Vertices plus or minus a comma 0. That's plus or minus 5 comma 0. Length of major axis, that is 2 into a. 2 into a means 5, 10 units. Length of minor axis 2b, that is 6 units. Okay. Eccentricity is always c by a. C is what? 4 by a means 5. 4 by 5, that is 0.8. That is the problem. Like eccentricity for an ellipse is always less than 1. Length of lattice rectum is what? 2b square by a, that is 2 into 3 square by 5, 18 by 5. Okay. Next question. Find vertices, foci, length of the major axis, minor axis, eccentricity and lattice rectum of the ellipse x square by 100 plus y square by 400 is equal to 1. Over x square by 100 means 10 square, y square by 400 means y square by 20 square is equal to 1. So clearly x square by ഇത് ചേർന്ന് ഇത് വരുന്നതാണ്. അപ്പോൾ ഇതാണ് ഫിഗർ. ഇങ്ങനെയല്ല, ഇതുപോലെ വരും. അപ്പോൾ എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1. സോ എക്സ് സ്ക്വയർ ബി സ്ക്വയർ, ബി ഈസ് ഈക്വൽ ടു 10, എ ഈസ് ഈക്വൽ ടു 20. നേരത്തെ പറഞ്ഞ പോലെ ബി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ. അങ്ങനെ ബി സ്ക്വയർ 10 സ്ക്വയർ ഈസ് ഈക്വൽ ടു 20 സ്ക്വയർ മൈനസ് സി സ്ക്വയർ. 100 ഈസ് ഈക്വൽ ടു 400 മൈനസ് സി സ്ക്വയർ. ആൻഡ് ഹെൻസ് സി ഈസ് ഈക്വൽ റൂട്ട് ഓഫ് 300 വരും. ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. സി ഈസ് ഈക്വൽ റൂട്ട് ഓഫ് 300. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്താൽ ഈ 2 ടണ്ണിന് 1 ടണ്ണ് മതി. 10 റൂട്ട് ഓഫ് 3 ആവും. 10 റൂട്ട് ഓഫ് 3 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഫാക്ടറൈസേഷൻ. 10 root 3. Then what is foci? F formula 0, plus or minus c. ഈ ടൈപ്പ് ആയതുകൊണ്ട് 0, 10 plus or minus 10 root 3. Vertices a 0, plus or minus a, that is plus or minus 20. Length of major axis 2a, that is 40. Minor axis 2b, that is 20. Eccentricity, that is c by a, 10 root 3 by 20. അത് ചെയ്താൽ 1 ചെറുതായിരിക്കും. Length of lattice rectum 2b square by a, അങ്ങനെ 10 centimeter units കിട്ടും. Convert 36x square plus 4y square equal to 144 into standard form of ellipse. ഇതൊരു എലിപ്സ് ആണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് we have to find its standard form. Given 36x square plus 4y square equal to 144. അപ്പോൾ എന്തായാലും ഇവിടെ സ്റ്റാൻഡേർഡ് ഫോം ഇവിടെ 1 ഉണ്ടാവുമല്ലോ. അപ്പോൾ 144 ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഫുൾ ഡിവൈഡ് ചെയ്യണം. 36x square by 144 plus 4y square by 144 is equal to 140 by 4 by 145. അത് 1 കിട്ടും. അപ്പോൾ 36x square by 144 ഇതെങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 144 ഡിവൈഡ് ബൈ 36 ഇങ്ങനെ എഴുതാം. അപ്പോൾ റെസിപ്രോക്കലായിട്ട് 36 മോഡൽ എഴുതും. ഇത് 144 ഡിവൈഡ് ബൈ 4 വരും, ഇസ് ഈക്വൽ ടു 1. ഇപ്പോൾ എക്സ് സ്ക്വയർ ബൈ ഇത് കട്ട് ചെയ്താൽ 4 ആവും, ഇത് കട്ട് ചെയ്താൽ 36 ആവും, ഇസ് ഈക്വൽ ടു 1. ഇപ്പോൾ എക്സ് സ്ക്വയർ ബൈ 2 സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ 6 സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ഇപ്പോൾ എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ഫോം ആയി. ദിസ് ഈസ് എ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഫോർ ദിസ് എലിപ്സ്. Find the equation of the ellipse whose length of the major axis is 20 and foci are 0 plus or minus 5. ഇപ്പോൾ ഈ 0 plus or minus 5 എന്ന് പറയാം എലിപ്സ് ഇതുപോലെ ഉണ്ടാവും.
എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഇസിക്കൽ ടു 1. ഈ ഫോം കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ 0, പ്ലസ് ഓർ മൈനസ് സി ഫോക്കസ് അല്ലേ. അപ്പോൾ സി ഇസിക്കൽ ടു 5 കിട്ടും. 2a ഇസിക്കൽ 20, ലെങ്ത് ഓഫ് മേജർ ആക്സിസ് 20 കൊടുത്തിട്ടുണ്ട്. 2a ഇസിക്കൽ 20, a ഇസിക്കൽ ടു 10. ഇപ്പോൾ a 10 കിട്ടി, പിന്നെ സി 5 കിട്ടി. ഓക്കെ, ബി സ്ക്വയർ കണ്ട ഫോമുല അറിയാം. ബി സ്ക്വയർ ഇക്വൽ ടു എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ. സോ ബി ഇസിക്കൽ ടു √75 വരും. അത് ഇതുപോലെ ആകുമ്പോൾ 5√3 വരും. വാട്ട് ഇസ് ഇക്വേഷൻ? എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഇസിക്കൽ ടു 10. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ബൈ 75 പ്ലസ് വൈ സ്ക്വയർ ബൈ 100 ഇസിക്കൽ ടു 1. Find the equation of the ellipse whose major axis on x-axis, major axis x-axis, അപ്പോൾ ഇതാണ് ഫിഗർ. And it passes through the point 4, 3 and 6, 2. 4, 3, 6, 2 അപ്രോക്സിമേറ്റ് പോയിന്റ് എടുത്തിട്ട് പാസ് ആവുന്നുണ്ട്. ഒരു പോയിന്റ് പി, മറ്റേ പോയിന്റ് ക്യൂ. ദിസ് ഇസ് പി, ഇത് പി ആണ്, ഇത് ക്യൂ. വാട്ട്സ് ഇക്വേഷൻ? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസിക്കൽ ടു 1. ഇക്വേഷൻ പാസസ് ത്രൂ 4, 3 പാസ്സാകുമ്പോൾ എക്സിന് 4 കൊടുക്കുക, വൈക്ക് 3 കൊടുക്കുക. 4 സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസിക്കൽ ടു 1. 16 ബൈ എ സ്ക്വയർ പ്ലസ് 9 ബൈ ബി സ്ക്വയർ ഇസിക്കൽ ടു 1. ഇത് അപ്പുറം കൊണ്ടുപോകുമ്പോൾ 16 ബൈ എ സ്ക്വയർ ഇസിക്കൽ ടു 1 മൈനസ് 9 ബൈ ബി സ്ക്വയർ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, ഇപ്പോൾ ഇങ്ങനെ വന്നു. അപ്പോൾ ഇത് റെസിപ്രോക്കൽ എടുത്താൽ തീർച്ചയായിട്ടും എ സ്ക്വയർ ബൈ 16 ആവും. അപ്പോൾ ഇതും ബി സ്ക്വയർ ബൈ ബി സ്ക്വയർ മൈനസ് 9. വാട്ട് ഇസ് എ സ്ക്വയർ? ഈ 16 ഇപ്പുറം മുകളിൽ കൊണ്ടുപോയാൽ മതി. 16 ബി സ്ക്വയർ ബൈ ബി സ്ക്വയർ മൈനസ് 9. സോ എ സ്ക്വയർ ഈസ് obtained as equation number 2. Again, this equation is passing through 6, 2. അപ്പോൾ ഇത് ഇവിടെ 6 ആവും, 2 ആവും. And what? 6 square by 9 a square plus 2 square by b square equal to 1. But 36 by a square plus 4 by b square is equal to 1. But we have obtained what? A square ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. 16 b square by b square by 9. അപ്പോൾ a square കൊടുക്കാം. ഈ a square കൊടുത്തു. 16 b square by b square by 9. അങ്ങനെ എഴുതി. അപ്പോൾ b square by 9 ഉള്ളത് മുകളിലേക്ക് വരും. അപ്പോൾ 36 b square minus 9 divided by 16 b square plus 4 by b square is equal to 1. Or 16 into b square minus 9 by 16 b square plus ഇത് 16 b square ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ഒഴിവാക്കാൻ വേണ്ടി ഇവിടെ 16 കൊടുത്താൽ ഡിനോമിനേറ്റർ സേവ് ആവും. അപ്പോൾ ഇവിടെ 16 കൊടുത്തു. 16 into 4 ഇവിടെ 16 b square ആയി is equal to 1. എക്സ്പാൻഷൻ 36 b square minus 36 into 9 324. ഇത് 64. അപ്പോൾ 16 b square 16 b square equal to 1. അപ്പോൾ ഒരു 16 b square മതി. 36 b square minus 324 plus 64 equal to 1. 36 b square minus കട്ട് ചെയ്യുമ്പോൾ 260 divided by 16 b square is equal to 1. 16 b square അപ്പുറം കൊണ്ടുപോയി. 36 b square minus 260 is equal to 16 b square and 36 b square minus 16 b square is equal to 260. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 36 b square minus 16 b square minus 20 b square is equal to 260. b square minus 260 by 20 അങ്ങനെ b square 13 കിട്ടി. ഓക്കെ, b square is obtained as 13. What is a square? A square means 16 b square by b square minus 9. b square വാല്യൂ 13 ഇവിടെ കൊടുക്കുക. 16 into 13 by 13 minus 9. So a square is equal to 52. Then what is the equation? X square by a square, that is 52, plus y square by b square 30 is equal to 1 is the equation of ellipse. Okay, so that is all about this ellipse. Then we stop this section here. We will meet again with the hyperbola. Okay.